പ്രവാസികൾക്ക് വേണ്ടി ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് എത്ര പേര് സപ്പോർട്ട് ചെയ്തെന്നും പറഞ്ഞിട്ട് ഒരു വൺ ഇന്ത്യ മലയാളം എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ, യൂട്യൂബ് ചാനൽ ഒരു സർവേ വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടാണ് നമ്മൾ കാണുന്നത്. അതിനോട് 100% യോജിക്കുന്നതിൽ 85% ആളുകളാണ്. പാർഷ്യലി യോജിക്കുന്നവർ 5% ആളുകളും ഒരിക്കലും യോജിക്കുന്നില്ല എന്ന് പറഞ്ഞൊരു 10% ആളുകളുമാണ്. അപ്പം ഷാഫി പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്ലൈറ്റ് ചാർജിൻ്റെ കൂടുതലുണ്ട്. അതായത് പ്രവാസികൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ഫ്ലൈറ്റ് ചാർജിൻ്റെ ഈ ചില സീസൺ സമയത്തൊക്കെ ഡബിളും ട്രിപ്പിളും ഒക്കെ ആവാറുണ്ട്. ഇവിടെ പറഞ്ഞ കാര്യം ഒന്ന് കേൾക്കാം നമുക്ക്. Sir, you are an young minister. I know your answers will not be templates or copy paste. Sir, I know you will be having an intent to do something for our NRI communities. Sir, they are treated like people deported from the country by the airlines. At times, the airline prices will be 5,000 or 6,000. For the same distance during the vacation, during the season, when they come to meet their family, they are being charged 50,000, 60,000, sir, even to 85,000 for economic class. Sir, how can a 4-member family afford this? How can they come back? Sir, people at the time of their parents' death, they can't even come for their funeral, sir. It's a sad state of condition for our NRI party, sir. Something must happen. We must involve in, sir. They are not orphans. We have a government to question the airline companies treating them very bad. So I kindly request you involve in this to take some actions regarding. അപ്പോൾ കാര്യം വളരെ സിമ്പിളാണ് കേട്ടോ. അതായത് ഈ സീസൺ ആവുന്ന സമയത്ത് പ്രവാസികൾ നാട്ടിലോട്ട് വരുമ്പം 10,000 ബില്ല്, 10,000 ഈ ടിക്കറ്റ് ചാർജ് 50,000, 60,000, 1,00,000 വരെയൊക്കെ ആവുന്നുണ്ട്. അപ്പം ഈ കാര്യത്തിന് അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്, അതിൻ്റെ സിവിൽ ഏവിയേഷനോ അതിൻ്റെ ഏതാണോ ഡിപ്പാർട്ട്മെൻറ്റ്, അവരോണ്ട് അതിലെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റില്ല, അതിലൊരു തടയിടാൻ പറ്റില്ല, ഒരു ഫിക്സഡ് ചാർജൊക്കെ വെക്കാൻ പറ്റില്ല എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു സർവേ ഇട്ട സമയത്ത് ഇതിൽ 10 മുതൽ 15% വരെ ആളുകൾ യോജിക്കുന്നു, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി യോജിക്കാത്ത ആളുകളുണ്ട്. ഞാൻ ആലോചിച്ച് നോക്കുക അവന്മാരുടെ ചിന്ത എന്തായിരിക്കും എന്നുള്ളത്. മിക്കവാറും അത് എന്താ പറയുക, പക്കാ ചാണക സംഖ്യകളായിരിക്കും ഇട്ടത്. അത് ചോദിച്ചത് ഷാഫി ആയതുകൊണ്ടും കോൺഗ്രസ്സുകാരനായതുകൊണ്ടും, ചോദിച്ചത് എഗെയിൻസ്റ്റ്, അതായത് BJP സർക്കാരിനോട് എഗെയിൻസ്റ്റ് ചോദിച്ചതുകൊണ്ടും, ഒരു അന്തം ബോധമില്ലാത്ത കുറേ ചാണകങ്ങളായിരിക്കും അതിനെ യോജിക്കാത്ത 15% ആളുകൾ. അപ്പം നമുക്ക് കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ, എനിക്ക് അവരോടാണ് ചോദിക്കാനുള്ളത്. ഇതിനെതിരെ അതല്ല, ഇത് ശരിയല്ല എന്ന് പറഞ്ഞ ചാണകങ്ങളോണ്ടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നീയൊക്കെ ഡെയിലി ബസ്സിലോ തീവണ്ടിയിലോ ഒക്കെ പോകുന്നവരായിരിക്കുമല്ലോ, വണ്ടിയിലും കാറിലും ബസ്സിലൊക്കെ പോകുന്നവരായിരിക്കും. സീസൺ വരുന്ന സമയത്ത് ബസ് ചാർജ് ഡബിൾ ആക്കുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ നീയൊക്കെ സപ്പോർട്ട് ചെയ്യുമോ? അതല്ലെങ്കിൽ നല്ലൊരു സീസൺ വരുന്ന സമയത്ത് ട്രെയിൻ ചാർജ്, അതായത് ഇന്നലെ വരെ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം വരെ പോകാൻ 250 രൂപയാണ്. ഇപ്പം ഓണത്തിൻ്റെ സീസണാണ്, ഞങ്ങളത് 500 രൂപ ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീയൊക്കെ പാളത്ത് കിടന്ന് സമരം വെക്കൂലടാ? അല്ലെങ്കിൽ നീയൊക്കെ ബസ് ചാർജ് ഡബിൾ ആക്കി കഴിഞ്ഞാൽ നീ ബസ്സിൻ്റെ ടയറിൻ്റെ മുകളിൽ പോയി കിടക്കൂലേ? ഞാൻ ചോദിച്ച സത്യമല്ലേ? ഈ വിവരം കെട്ട തലക്ക് ബോധമില്ലാത്ത ഈ വിവരം കെട്ടവന്മാരോണ്ടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതെന്താ ഫ്ലൈറ്റിൽ വരുന്നവർക്ക് മാത്രം സീസണിൽ ഈ ഫ്ലൈറ്റിൻ്റെ ചാർജ് കൂട്ടാൻ? അതെന്താ ഫ്ലൈറ്റിൻ്റെ വില കൂടുമോ? സീസൺ കൂടുമ്പോൾ ഫ്ലൈറ്റിൻ്റെ വില കൂടുമോ? അതല്ലെങ്കിൽ ഫ്ലൈറ്റിൽ നിറയ്ക്കുന്ന ഇന്ധനത്തിൻ്റെ വില എന്താ സീസൺ ആകുമ്പോൾ കൂടുമോ? ഓണത്തിന് എന്താ മറ്റേ ക്രൂഡ് ഓയിലിൻ്റെ വില കൂടുന്നുണ്ടോ? ഇതുപോലും ചിന്തിക്കാത്ത കുറേ നിയമങ്ങളാണ് നമ്മൾ പണ്ട് കാലത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതെപ്പം BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, ഇതിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് നമുക്ക് തടയിടാൻ പറ്റുന്നില്ല? ഇതിന് വേറെ കുറേ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറീസൊക്കെ പറഞ്ഞ് പല സംഖ്യകളും വരും എന്ന് എനിക്കറിയാം. എന്നാലും നമ്മുടെ നാട്ടിൽ ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കും എന്നുണ്ടെങ്കിൽ, ഇപ്പറഞ്ഞ പ്രവാസികൾക്ക് വേറെ അത്യാവശ്യം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നാട്ടിലോട്ട് വന്ന ആളുകളെ കാണാൻ, അല്ലെങ്കിൽ അവരുടെ കൂട്ടക്കാരെ കാണാൻ വരുന്ന സമയത്ത് ഒക്കെ ഇത്തരത്തിൽ അവരെ പിഴിഞ്ഞെടുക്കുന്ന ആ ഒരു വൃത്തികെട്ട ചെറ്റ സ്വഭാവം ഉണ്ടല്ലോ നമ്മുടെ ഈ ഫ്ലൈറ്റ് കമ്പനിക്കാർ. എന്നിട്ടോ പോരാത്തതിന് അവന്മാർക്ക് തോന്നിയ പോലെ അവർ ഫ്ലൈറ്റ് ക്യാൻസലും ചെയ്യും. അവർക്ക് തോന്നിയ പോലെ, അവർക്കിപ്പം സ്റ്റാഫില്ല, അവർക്കിപ്പോൾ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലൊക്കെ ഫ്ലൈറ്റ് സ്റ്റോപ്പും ചെയ്യും. അതിനുള്ള യാതൊരു രീതിയിലുള്ള ദുഡ് കൊടുക്കില്ല. ഇതാണ് നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ. അപ്പം ഇതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നാണ് ഷാഫി ചോദിച്ചിട്ടുള്ളത്. ഇതിന് ഈ പറഞ്ഞ സർവേക്ക് ഇതിന് ആ 10-15% ആൾക്കാർ ഒരു ബോധമില്ലാണ്ടിട്ട പെർസെൻറ്റേജാണിത്. അവന്മാർ വിചാരിച്ച് ഇതെന്തോ അതിലും വർഗീയതയാണ് ഇവന്മാർ കയറ്റുന്നത്, ഷാഫി ചോദിക്കുന്നത് കൊണ്ടും. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അല്ലാണ്ട് ഈ 5-10% ആൾക്കാർ എന്ത് തേങ്ങ കണ്ടിട്ടാ? ഒന്നുമില്ല. അവന്മാർ നാട്ടിൽ ഇങ്ങനെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവർ അതിന് സംസാരിക്കും. പ്രവാസികളല്ലേ, എൻ്റെ വീട്ടിലൊന്നും ആരും ഉണ്ടാവില്ല പ്രവാസി. അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കും. കേരളത്തിൻ്റെ
GDP-യുടെ 15% മുതൽ 19% വരെ നാട്ടിലോട്ട് അഴച്ച് കുത്തിക്കയറ്റുന്നതൊക്കെ പ്രവാസികളാണ്. അത് ചിന്തിക്കണം. ഇന്ത്യയുടെ GDP-യുടെ തന്നെ 3% 3 to 4% ഈ പറഞ്ഞ NRI മണി വന്നിട്ടാണ് നടക്കുന്നത്. ആ ഒരു ബോധമൊന്നും ഇല്ലാണ്ട് ഇതിൽ വർഗീയത കയറ്റി ചിന്തിക്കുന്ന കുറെ ചെറ്റ ചാണകങ്ങളാണ് ഇതിന് എതിരെ സംസാരിക്കുന്നവന്മാർ. എന്താണെങ്കിൽ ഇതിന് മന്ത്രി കൊടുത്തിട്ടുള്ള മറുപടി, പുള്ളി വേണ്ട പോലെ കാര്യങ്ങൾ ചെയ്യും, പുതിയൊരാളാണ്, അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പഠിച്ച് ചെയ്യാം എന്നാണ് പറഞ്ഞത്. എൻ്റെ പൊന്നു സംഖ്യകളെ, നിങ്ങൾ അത് ആലോചിച്ചിട്ട് വേണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ. ബോധമില്ലായ്മ ഒരു കുറ്റമല്ല, അത് മാറ്റാനും പറ്റില്ല. തലയിലെ ചാണകം മാറി ബ്രെയിൻ, അതായത് തലച്ചോറ് വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബോധം വരുള്ളൂ.